നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി കേരള നേതാക്കൾ ദില്ലിയിലേക്ക് പുറപ്പെടുന്നുണ്ട്. 16-ാം തീയതി ദില്ലിയിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. മുന്നണി വിപുലീകരണവും ചർച്ചയിലേക്ക് വരും. സ്ക്രീനിംഗ് കമ്മിറ്റി കേരളത്തിൽ ചേരാനുള്ള തീരുമാനങ്ങളും സജ്ജമായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിനായി മധുസൂദൻ മിസ്ത്രി തലസ്ഥാനത്തെത്തുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു. പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച, തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്ഭവന് മുന്നിൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം, അങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങളും പരിപാടികളുമാണ് കോൺഗ്രസ് ഒരുക്കുന്നത്. ഇത്തവണ എങ്ങനെയും നിയമസഭ പിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനും UDFിനും ഒറ്റക്കെട്ടായി ഉള്ളത്. പരമാവധി സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഗ്രൂപ്പ് തർക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കാതിരിക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ജയസാധ്യതയ്ക്കാണ് മുൻതൂക്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയത്. ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ സീറ്റും മോഹവുമായി നിരവധി മുതിർന്ന നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്ത് എത്തിയിരുന്നു. MP മാരടക്കം മത്സര സന്നദ്ധത അറിയിച്ചിരുന്നു. ഈ വിഷയങ്ങളിലെല്ലാം ദില്ലിയിലെ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും. അതേസമയം കേരള കോൺഗ്രസ് എമ്മിൽ ചില ചടുലമായ നീക്കങ്ങൾ നടക്കുന്നതായി സൂചനയുണ്ട്. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മുന്നണി വിടുമോ എന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് ഇപ്പോൾ. കേരള കോൺഗ്രസ് ക്യാമ്പിൽ അണിയറ നീക്കങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഹൈക്കമാൻഡ് ഇടപെടുന്നതായും സൂചനയുണ്ട്. അതേസമയം പുറത്ത് കാണിക്കുന്നില്ല എന്നും കേരള കോൺഗ്രസ് തങ്ങളോടൊപ്പം ചേർന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. കേരള കോൺഗ്രസ് നേതൃനിരയിലും രണ്ട് അഭിപ്രായം ഉയരുന്നുണ്ട് എന്നാണ് സൂചന. UDFിനൊപ്പം നിൽക്കുന്നതാകും നല്ലത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അതേസമയം ഇന്ന് സുപ്രധാനമായ ഒരു വാർത്തയും പുറത്തേക്ക് വരുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് എത്തിക്കാൻ ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി ലഭിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്. സോണിയാഗാന്ധി ജോസ് കെ മാണിയുമായി നേരിട്ട് സംസാരിച്ചതായി ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. പാലായടക്കം മുൻ സീറ്റുകൾ വേണമെന്ന് ജോസ് കെ മാണി ഉപാധി വെച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. മാണി സി കാപ്പനെ അനുനയിപ്പിക്കാൻ കൂടുതൽ സീറ്റ് എന്ന ഓഫർ വെച്ചേക്കും. എന്നാൽ റോഷി അഗസ്റ്റിൻ അടക്കം ഒരു വിഭാഗത്തിന് മുന്നണി മാറ്റ ചർച്ചകളോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യമായി തന്നെ റോഷി അഗസ്റ്റിൻ മുന്നണി മാറ്റത്തിനെതിരെ നിലപാട് അറിയിച്ചു. ഇടതു നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോയ്ക്ക് തുടരും എന്ന അടിക്കുറിപ്പുമായാണ് റോഷി അഗസ്റ്റിന്റെ പോസ്റ്റ്. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടേക്കുമെന്ന സൂചനയ്ക്കിടെയാണ് റോഷി അഗസ്റ്റിന്റെ ഇങ്ങനെയൊരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത്.